ഹലോ ഗൈസ്, ഇന്ന് കൊള്ളിയാണ് കേട്ടോ, പാൽക്കൊള്ളിയാണ് കേട്ടോ കാലത്ത്. ഇന്നലത്തെ ചിക്കൻ കറി ബാക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ചൂടാക്കാമെന്ന് വിചാരിച്ചിട്ട് ചീഞ്ചട്ടിയിലേക്കൊക്കെ ഇട്ടെടുക്കാം. പാൽക്കൊള്ളിയും ചിക്കൻ കറി, പാൽക്കൊള്ളിയും ബീഫും നല്ല ടേസ്റ്റാട്ടോ. ഇത് പാൽക്കൊള്ളിയും ചിക്കൻ കറി. അപ്പോൾ കൊള്ളിയൊക്കെ നന്നാക്കിയിട്ട് വെറുതെ ഉപ്പിട്ട് വേവിച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഉടച്ചെടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ തേങ്ങാപ്പാൽ, നല്ല കട്ടി തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ടാവണം. ആ കട്ടി തേങ്ങാപ്പാൽ ഒരൊറ്റ പാലൊഴിച്ചാൽ മതി. നല്ല കട്ടി തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി യോജിപ്പിക്കണം. നമ്മൾ കൊള്ളി വേവിക്കുമ്പോൾ പച്ചമുളകും കൂടി ഇട്ടിട്ടാണ് വേവിക്കുക. അതിനുശേഷം തേങ്ങാപ്പാലൊക്കെ നമ്മൾ നന്നായി ഇളക്കിയ ശേഷം അതിലേക്ക് കടുകും വേപ്പിലയും പൊട്ടിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഒഴിക്കണം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ മതി. ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്കൊക്കെ ഭയങ്കര വിലയുള്ള ഗൈസ്. അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ. വെളിച്ചെണ്ണ ഒഴിക്കുന്നത് ടേസ്റ്റാണ്, പക്ഷെ നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥ അതല്ലല്ലോ. അപ്പോഴേക്കും എൻ്റെ അച്ഛൻ പാലൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാല് കുട്ടികൾക്ക് രാവിലെ തന്നെ തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചൂടാറിയ കൊടുക്കല്ലേ വേണ്ട. മോന് ചൂടുള്ള പാൽ ഇഷ്ടമല്ല, ചൂട് നന്നായി ആറണം. അപ്പോൾ ഇതേ പാൽക്കൊള്ളിയും ചിക്കൻ കറിയും ഒക്കെ രാവിലെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ അമ്മയൊക്കെ ഇതേ സെറ്റായിട്ട് കുളിച്ച് വന്നിരിക്കുന്നുണ്ട് കേട്ടോ, സുന്ദരിക്കുട്ടിയായിട്ട്. അപ്പോൾ ചെറുതായിട്ട് മഴ ചെറുതായിട്ട് ഇങ്ങനെ തൂളുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ എടുത്തതാണ്. അപ്പോൾ ചെറുതായിട്ടുള്ള അത്ര അങ്ങിടില്ല. അത് കഴിഞ്ഞ് അടുക്കളയിൽ വന്ന് ഇപ്പോൾ എനിക്ക് അത്ര ഇഷ്ടമല്ലാത്തൊരു സംഭവം പാത്രം കഴുകല്ല, അത് കുറച്ചുണ്ട്. അപ്പോൾ അത് കഴുകണം. അപ്പോൾ അതൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോഴേക്കും ചാള കിട്ടി, അതുണ്ട്. ചോറ് വെച്ചു. അതിന് ശേഷം ഞാൻ ആ പാത്രങ്ങളൊക്കെ, ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളിപ്പോൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പാത്രം കഴുകാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഇതേ ഞാൻ ഇഷ്ടത്തോടു കൂടി ഇതേ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്നുണ്ട്. അതിന് ശേഷം ഇതേ അടിച്ചു വാരി നമ്മൾ ഇങ്ങനത്തെ ഈ ഇതുകൊണ്ട് അടിച്ച് വാരി കഴിഞ്ഞാൽ നല്ലോണം നമ്മൾ വല്ല മുടികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഇങ്ങനെ പോരുട്ടെ. നല്ല ഇഷ്ടം എനിക്ക്. അപ്പോൾ അടിച്ച് വാരി വന്നപ്പോൾ ഇതേ മക്കളുടെ സ്റ്റഡി ടേബിള് അലങ്കോലമാക്കിയിട്ട് പോയിട്ടുണ്ട് പിള്ളേഴ്സ്. നല്ല അധികമൊന്നുമില്ല, കുറച്ചൊക്കെ അങ്ങോട്ട് വരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടുണ്ട് ആ ധൃതിയിൽ പോകുമ്പോഴേ. അപ്പോൾ അതൊക്കെ സെറ്റാക്കി. പിന്നെ കുട്ടികളുടെ യൂണിഫോമും ആവും, കരാട്ടയുടെ ഡ്രസ്സ് അതൊക്കെ വെക്കണ ഒരു ചെറിയൊരു ഇതുണ്ട്. അപ്പോൾ അതുമ്മേ ഹാങ്ങറിൽ ഞാനെല്ലാം കൊളുത്തിയിട്ടോ. അപ്പോൾ അത് കൊളുത്തിയിട്ട് ചെറുതായിട്ട് ഉണങ്ങാൻ ബാക്കിയുള്ളതായാലും അത് അതിലിരുന്ന് ഉണങ്ങിക്കോളും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. ഇതുമ്പോഴാണ് അവരുടെ ബെൽറ്റും ഇതൊക്കെ. അതിന് ശേഷം ഞാൻ കുളിച്ച് വന്നത് ഈ സുന്ദരി കുട്ടിയാവാണ്. അത് കഴിഞ്ഞ് പുറത്തൊക്കെ വന്ന് നോക്കി അമൽമോൻ്റെ ഗപ്പീസൊക്കെ എന്തായി നോക്കുക കേട്ടോ. അപ്പോഴേക്കും മീനൊക്കെ നന്നാക്കി കഴിഞ്ഞു. മീൻ ഇപ്പോഴത്തെ ചാളയ്ക്ക് നല്ല പനിഞ്ഞനുണ്ട്. അപ്പോൾ അത് പിന്നെ ചാളയുടെ തല എടുക്കും, അമലിട്ടിന് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ നന്നാക്കി ക്ലിയറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും അതൊക്കെ അമ്മയായിട്ടോ നന്നാക്കിയത്. അത് കഴിഞ്ഞത് പച്ചപ്പയർ കുറച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഉച്ചയ്ക്കത്തെ കറിയിലേക്ക് ഉപ്പേരി വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ചെറുതാക്കിയിട്ട് ഇങ്ങനെ അരിയാട്ടോ. അതൊക്കെ അങ്ങനെ സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല പേരായിരുന്നു. അപ്പോഴേക്കും മീൻകറി സെക്ഷൻ അമ്മ നോക്കുക കേട്ടോ. ഇപ്പോൾ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ട് സെറ്റാക്കാണ് കേട്ടോ. അതിന് തേങ്ങാപ്പാൽ ഒഴിച്ച് ഒക്കെ സെറ്റാക്കി വെച്ചിട്ട് അത് തിളച്ച ശേഷമാണ് അമ്മയിലേക്ക് മീനിടുള്ളൂ. അപ്പോൾ മീൻ വല്ല ഇങ്ങനെ ഉടഞ്ഞിങ്ങനെ പോവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇതിൽ അത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ ഇതിൽ ഞാൻ ചീഞ്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കടുകും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് ഒന്ന് വാടി വരുമ്പോൾ വേപ്പിൻ്റെ ഇല ഇട്ടിട്ട്, നാടൻ വേപ്പിലുണ്ടെങ്കിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ ഗൈസ്. അതിന് മുമ്പത്തെ വ്ളോഗിലൊന്നും വേപ്പില ചില കുത്തിക്കാച്ചെല്ലാം ഇല്ലാണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മുരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് ഇതേ പച്ചപ്പയർ നമ്മൾ തട്ടിയിടുക. എന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ മൂടി വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇത് അമ്മയുടെ മീൻകറി ഇതേ ഇവിടെ ഇങ്ങനെ തിളച്ചുടങ്ങിയിട്ടുണ്ട്. ഇതേ ഉപ്പേരി മൂടി വെച്ചു. ചോറൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതേ മീൻകറി തിളച്ച് മറിയണു ഗൈസ്. ഈ തളയുടെ മണമാണ് നമ്മളെ അട്രാക്റ്റ് ചെയ്യിക്കുന്നത്. അപ്പോൾ ഇതേ പയറുപ്പേരിയൊക്കെ വെന്തും മീൻ കുറച്ച് വറക്കാണ്ട്, ഈ ചാളേരൊപ്പം തന്നെ കുറച്ച് മീൻ വേറെ ഒരു മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വറക്കാനായിട്ട് വെളിച്ചെണ്ണയിലേക്ക് വേപ്പിൻ്റെ ഇല ഇടും. അതിൻ്റെ മുകളിലുണ്ട് മീനൊക്കെ ഇടുക. അധികം വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കില്ല. എത്ര വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ മുക്കി പൊരിക്കണ പോലെ ഞങ്ങൾ ചെയ്യില്ല. പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് മറച്ചെടുക്കുക ചെയ്യുക കേട്ടോ. അങ്ങനെ ഇതൊക്കെ സെറ്റായിട്ടുണ്ട്. ആ തലയൊക്കെ വറുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇപ്പം ചാളയിലെ പനിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതും വറുത്തിട്ടുണ്ട്. അതിന് ശേഷം ഈ മീൻ കറിയൊക്കെ
സെറ്റായിട്ടുണ്ട്. അപ്പോഴേക്ക് എനിക്ക് വിശന്ന് തുടങ്ങി ഗൈസ്. ഞാൻ കുറച്ച് ചോറെടുത്തു, മീൻ വറുത്തെടുത്തു. മീൻ വറുത്തതിനോടൊക്കെ എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല, എന്നാലും മീൻ വറുത്ത് ഒരെണ്ണമൊക്കെ ഞാൻ എടുക്കും. അപ്പോൾ ഈ ചാളച്ചാറും നല്ല കുറുകിയ ചാറോട് കൂടിയ ചാളച്ചാറും നല്ല കൊടംപുളി ഇട്ട് വെച്ചതാട്ടം. അവിടെ സൂപ്പറാണ്. ആ കൊടംപുളി ഇട്ട് വെച്ചാൽ പ്രത്യേക ടേസ്റ്റാണ്. തൃശ്ശൂരിൽ കൊടംപുളി ഇട്ട് വയ്ക്കുക, തൃശ്ശൂർ കൊടംപുളി ഇട്ട് മീൻകറിയൊക്കെ ഒത്തിരി ഫേമസ് ആട്ടം. പിന്നെ അച്ചാറുണ്ടായിരുന്നു, നാരങ്ങച്ചാറുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ താരണ്ടല്ലോ പയറുപ്പേരി. അപ്പോൾ പയറുപ്പേരിക്ക് ഉപ്പേരി മസ്റ്റാണ്. ഉപ്പേരി മീൻകറി മാത്രമാകുമ്പോൾ എനിക്ക് കഴിക്കാൻ അത്ര ഇഷ്ടമല്ല. അതിൻ്റെ കൂടെ ഒരു ഉപ്പേരും കൂടി കഴിക്കും. ഉപ്പേരി ഉണ്ടെങ്കിൽ സന്തോഷം. അങ്ങനെ ഇത് ഞാൻ സോഫയമ്മ വന്നിരുന്ന് കഴിക്കാനുള്ള ഇതാണ് കേട്ടോ. അപ്പോൾ അമ്മോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു നമുക്കിപ്പോൾ വിശക്കുന്നില്ലെന്ന്. പക്ഷേ എനിക്ക് മീൻ കൂട്ടാൻ തളിച്ച് കഴിഞ്ഞാൽ വിശക്കും ഗൈസ്. അങ്ങനെ ഇത് ഞാൻ കഴിക്കാം കേട്ടോ. കഴിക്കുമ്പോൾ ഞാനുള്ള പ്രഹസനമാണ് ഈ കാണുന്നത്. സൂപ്പറായിട്ടുണ്ടെന്ന് പറയാൻ കേട്ടോ. അത് കഴിഞ്ഞത് എൻ്റെ പ്ലേറ്റ് ആട്ടത്. നിങ്ങൾക്കും കഴിക്കാൻ തോന്നുന്നുണ്ടോ ഗൈസ്? അങ്ങനെ അപ്പോഴേക്കും അച്ഛൻ വന്ന് ചോറുണ്ട് കേട്ടോ. അങ്ങനെ അച്ഛൻ വിളിച്ചാൽ വരുന്നില്ല, ഞാൻ വിളിച്ച് വരുത്തിയതാണ്. അപ്പോഴേക്കും ഒരു ഷോർട്സിൻ്റെ പ്രഹസനം നടന്നു. മക്കളൊക്കെ ഇതേ എത്തി. മക്കളൊക്കെ A+ ഒക്കെ ആയിട്ടുണ്ട് എൻ്റെ ചെറുത് വന്നിട്ടുള്ളത്. അങ്ങനെ ഇതേ 3 ആളെയും. അപ്പോൾ അച്ഛൻ കനാലിൻ്റെ അവിടേക്ക് ചായ കുടിക്കാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ചായക്കട ഉണ്ട്. അപ്പോൾ അവിടേക്ക് ചായ കുടിക്കാൻ കൊണ്ടുപോകാൻ എല്ലാവരും വേഗം കുളിച്ച് അവനവൻ്റെ ജോലികളൊക്കെ കഴിച്ച് വെച്ചു കേട്ടോ, ബാഗും ഇതും എടുത്തേക്കലൊക്കെ. അങ്ങനെ ഞാൻ ആരാധിക്കുട്ടനായിട്ട് ഓരോന്ന് പറയാൻ കേട്ടോ. ആരാധിക്കുട്ടൻ എന്നെ കെട്ടിപ്പിടിക്കാൻ കേട്ടോ. സ്കൂളിലായിരുന്നല്ലോ ഇത്ര നേരം. അപ്പോൾ ഇപ്പോൾ കണ്ടതിൻ്റെ പ്രഹസനാണിത്. അങ്ങനെ ചെറിയ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ ഓട്ടോ കയറണതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഞാൻ വേഗം കയറി നിൽക്കുക. അങ്ങനെ ഞാൻ അതേ ഓട്ടോയിലേക്ക് കയറിയിട്ടാണ്. അപ്പോൾ കയറി ഗായ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഓൺ വോയിസ് കൊടുക്കണമെങ്കിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഇത് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് ഈ പറയണത് കേട്ടോ. അങ്ങനെ ഇതേ ഞങ്ങൾ കനാലിൻ്റെ അവിടെ എത്തി. അവിടെ ഒരു പ്രത്യേക ഭംഗിയുള്ള സ്പേസാണ് കേട്ടോ. അത്രയും നല്ലൊരു പ്ലേസാണ്. അങ്ങനെ ദേ ഒരു പച്ചപ്പൊക്കെ ഉള്ള ഒരു പ്രത്യേകത. ഇതാണ് ചായക്കടയുടെ അവിടെ എത്തി. ഞങ്ങളെല്ലാവരും ഇറങ്ങി. അപ്പോൾ പിള്ളേഴ്സിനോട് ഞാൻ പറയാം വണ്ടി ഉണ്ട് നോക്കിക്കോളോട്ടാണ്. അപ്പോൾ ഇതൊരു അടക്കാക്കിളി ഞങ്ങളുടെ അവിടെ അടക്കാക്കിളി എന്നാണ് പറയുക. അത് അടക്കണം. ആദ്യമോന് വിശന്നിട്ട് ആദ്യമോൻ പറഞ്ഞു എനിക്ക് 4 എണ്ണം വേണമെന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചിട്ട് കഴിക്കുകയാണെന്ന് ആർക്കറിയാം ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഇതേ ഞങ്ങളെല്ലാവരും കഴിക്കണം. എനിക്ക് 4 മണിയാകുമ്പോഴേക്കും അത്രയ്ക്കാണ്ട് വിശക്കില്ല. എനിക്കൊരു 6 മണി കഴിഞ്ഞാലും വിശപ്പ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇത് ചായ ബ്രൂ കോഫി ഉണ്ട്, ചായ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് 2ാമത്തെ ലോഡാണ് കേട്ടോ. 2ാമത്തെ ലോഡിൻ്റെ മുട്ട ബജ്ജിയാണ്. അപ്പോൾ അപ്പുറത്ത് ഒരു കുട്ടിയുണ്ട്. അപ്പോൾ ആ കുട്ടി കഴിക്കണതൊക്കെ ആദ്യമോ നോക്കുക. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചങ്ങോട്ട് നടക്കാം, ഇങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചിട്ട് വരികയാണ് കേട്ടോ. പ്രത്യേക ഒരു വ്യൂ ആണ് കേട്ടോ അവിടെ. പിന്നെ ഒരു വെട്ടമൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് പാടാട്ടോ. ഒരു സൈഡ് പാടാണ്. ഇപ്പോൾ ആ ഇപ്പുറത്തെ സൈഡ് പാടും, അപ്പുറത്തെ സൈഡ് കനാലുമായിട്ടാണ് കേട്ടോ വരുന്നത്. ഇതേ കണ്ടോ ഗൈസ്, ഇതാണ് ഇപ്പുറത്തെ ഭാഗം കനാലി. അങ്ങനെ ഞങ്ങളിത് അവിടെയൊക്കെ കുറച്ച് നേരമൊക്കെ നിന്ന് അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ചെറിയൊരു പാലമുണ്ട്. ചെറിയ പാലം, ഒരു ഓട്ടോ പോകാനും പറ്റണ ഒരു പാലം. ഇപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രം. വണ്ടികൾക്ക് പോകുമ്പോൾ അവിടെ ഒരു വണ്ടി നിന്നിട്ട് വേണം അങ്ങനെ ഞങ്ങളിതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതാണ് ഇട്ട ചായക്കട. അപ്പോൾ കുറേ പേരുണ്ട്, നല്ല തിരക്കുണ്ടാവും കേട്ടോ. എപ്പോഴും നമ്മൾ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. പിള്ളേഴ്സ് ഏത് നേരവും അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തിയിട്ടാണ് ഗൈസ്. അതവരുടെ സന്തോഷം. അങ്ങനെ ഇത് ഞങ്ങൾ വലിയ പാലത്തിൻ്റെ അതിൽ കൂടെ പാവർട്ടിക്ക് പോവാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഓക്കെ ഗൈസ്, പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ്.